മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ CMRL നിന്ന് KSIDCയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ പരിശോധന തുടർന്ന അന്വേഷണ സംഘം ഇന്നലെയാണ് KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ SFIO സംഘം പരിശോധന നടത്തിയത്. SFIO അന്വേഷണം ഊർജിതമായതോടെ CPIM ആശങ്കയിലാണ്. CMRLലും KSIDCയിലും പരിശോധന നടത്തിയ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരുവിലെ ഓഫീസിലും പരിശോധന ഉണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ കുര്യൻ, ഇപ്പോൾ ഈ SFIOയ്ക്ക് നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ മാക്സിസ് എയർസെൽ കേസ് ഉൾപ്പെടെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരാണ്. ഇതേ സംഘം തന്നെയാണ് ചിദംബരത്തെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് എത്തിക്കുകയുമൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ വീണ വിജയനിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുന്നു എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? ഏറെക്കുറെ അങ്ങനെ തന്നെ വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണ് അഭിലാഷ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് CMRLലും അതോടൊപ്പം തന്നെ KSIDCയുടെ കോർപ്പറേറ്റ് ആസ്ഥാനത്തും ഇന്നലെ വിശദമായ പരിശോധനയാണ് SFIO ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം സംഘം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയോ അതോ ഇവിടെ തുടരുകയാണോ എന്ന കാര്യത്തിലടക്കം വ്യക്തമായ സൂചനകളൊന്നുമില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണ് SFIOയുടെ ഈ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വീണ വിജയന്റെ കമ്പനിയിലടക്കം ബംഗളൂരുവിലെ കമ്പനിയിലടക്കം വിശദമായ പരിശോധനകളുടെ ഭാഗമായി SFIO ഉദ്യോഗസ്ഥർ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CPM കേന്ദ്രങ്ങൾ അത് മുമ്പിൽ കാണുന്നുമുണ്ട്. നമുക്കറിയാം, ഇന്ന് കേന്ദ്രവിരുദ്ധ സമരം നടക്കുകയാണ് ഡൽഹിയിൽ. അതിനിടയിൽ ഇത്തരത്തിലൊരു നീക്കം SFIOയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്നലെ കോർപ്പറേറ്റ് ഓഫീസിൽ KSIDCയുടെ കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധനകൾ പുരോഗമിച്ച് അവിടെ നിന്ന് ഈ സംഘം മടങ്ങിയതിനു ശേഷം അവർ AKG സെന്ററിലോ ചിന്ത ഫ്ളാറ്റിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിലോ എത്താനുള്ള സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലിൽ വലിയ തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു. അവരുമായിട്ട് ഒന്നും സഹകരിക്കാതെയാണ് SFIOയുടെ പ്രവർത്തനം അതീവ രഹസ്യമായി പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ വിജയനുമായി ബന്ധപ്പെട്ട കമ്പനിയിലടക്കം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി SFIO ഉദ്യോഗസ്ഥർ വൈകാതെ തന്നെ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.